കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയിൽ ബി.ഡി.ജെ.എസ് കടുത്ത അതൃപ്തിയിലാണ്. മുന്നണി വിട്ട് യു.ഡി.എഫിലേക്ക് പോകണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മിക്ക നേതാക്കളും. പാർട്ടി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന ബി.ജെ.പി. നേതൃത്വം നൽകുന്നില്ല. മുന്നണി മാറ്റം സംബന്ധിച്ച ചില കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്കറിയാം, എസ്.എൻ.ഡി.പിയുടെ പിന്തുണയിലാണ് ബി.ഡി.ജെ.എസിന്റെ പ്രവർത്തനം. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം വെള്ളാപ്പള്ളി നടേശ തിരുവടികൾ പങ്കുവച്ചത് ഇതിന്റെ ഒരു സൂചനയാണ്. കാളവാല് വെക്കുന്നത് എന്തിനാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഈഴവ വോട്ട് ബാങ്കാണ് ബി.ഡി.ജെ.എസിനുള്ളത്. എൻ.ഡി.എയിലേക്ക് ബി.ഡി.ജെ.എസ് എത്തിയ ശേഷമാണ് ബി.ജെ.പിയുടെ വോട്ട് വിഹിതം കൂടിയതെന്നാണ് അവരുടെ അഭിപ്രായം. തുഷാറിന് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് നേരത്തെ ബി.ഡി.ജെ.എസ് ഉന്നയിക്കുന്നതാണ്. ബി.ജെ.പി അത് കേട്ട മട്ടുപോലും കാണിക്കുന്നില്ല. ഇതിലെ അതൃപ്തിയും മുന്നണി മാറ്റ ചിന്തകളിലുണ്ട്. തുഷാർ സ്ഥലത്തില്ലാത്ത അടുത്തിടെ ബി.ഡി.ജെ.എസ് നേതൃയോഗം ചേർന്നിരുന്നു. അതിലാണ് മുന്നണി മാറ്റം സംബന്ധിച്ച് ആവശ്യമുയർന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, ആറ്റിങ്ങൽ, തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടാൻ മുഖ്യ കാരണം എസ്.എൻ.ഡി.പി യോഗത്തിന്റെ നിലപാടാണെന്നാണ് ബി.ഡി.ജെ.എസ് നേതാക്കന്മാർ പറയുന്നത്. എന്നാൽ ആ പരിഗണന ബി.ജെ.പിയിൽ നിന്നും കിട്ടുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ഡി.ജെ.എസ് പ്രത്യേക സഹായമൊന്നും മുന്നണി സ്ഥാനാർത്ഥിക്ക് ചെയ്തില്ലെന്നും അതുകൊണ്ടാണ് CPM-ന്റെ വോട്ട് കുറയാതിരുന്നതുമാണ് ബി.ജെ.പി നേതാക്കളുടെ വാദം. വെള്ളാപ്പള്ളി അനുകൂലികളെല്ലാം യു.ഡി.എഫിലേക്ക് മാറുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയിൽ നിന്നാൽ 5-ലധികം MLA-മാരെ സൃഷ്ടിക്കാമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. എൻ.ഡി.എ എന്ന് പറയുന്നത് സങ്കല്പം മാത്രമായി. നേതൃയോഗം പോലും നടക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 1 വർഷം പോലും ഇല്ലാതിരിക്കെ പ്രാദേശിക തലത്തിൽ മുന്നൊരുക്കമൊന്നും നടക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾക്ക് മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന മുന്നറിയിപ്പും ബി.ഡി.ജെ.എസ് നൽകുന്നു. മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ഡി.ജെ.എസിലേക്ക് എത്തുന്നവർ ക്രമേണ ബി.ജെ.പിക്കാരായി മാറുകയാണെന്നും പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് എൻ.ഡി.എയിൽ നിൽക്കുന്നത് കൊണ്ടുമാണെന്നുമാണ് വെള്ളാപ്പള്ളി അനുകൂലികൾ പറയുന്നത്. മുന്നണി മാറ്റത്തിന്റെ പ്രധാന തടസ്സം തുഷാർ വെള്ളാപ്പള്ളിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമായുള്ള വ്യക്തിബന്ധമാണ്. മുന്നണി മാറ്റത്തെ തുഷാർ അംഗീകരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ നിലപാട് തുഷാർ വെള്ളാപ്പള്ളി തള്ളുമോ കൊള്ളുമോ എന്ന് കണ്ടറിയണം. ഇതിനിടയിൽ കോൺഗ്രസിൽ വലിയ എതിർപ്പാണ് മുന്നണി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അവരെ മുന്നണിയിലെടുത്താൽ വെള്ളാപ്പള്ളിയെ കൊണ്ട് തലവേദനയാകുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്.